വാർത്തകൾ തുടരുന്നു. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മണൽ മൂടിയ പൊഴി മുറിക്കാനാകാതെ മടങ്ങി ഉദ്യോഗസ്ഥർ. 4 ദിവസത്തിനുള്ളിൽ വലിയ വള്ളങ്ങൾക്കുൾപ്പെടെ പോകാനുള്ള വിധം പൊഴി മുറിച്ചു നൽകാമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളികൾ അംഗീകരിച്ചില്ല. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. മുറിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിപ്പോയി. ഇന്ന് സർക്കാരിന്റെ നടപടി അവർക്ക് പ്രതിഷേധത്തെ തുടർന്ന് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പൊഴിമുഖം മുറിക്കാൻ ഇന്നലെ മന്ത്രി സജി ചെറിയാൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായിരുന്നത്. പക്ഷെ അത്തരത്തിലൊരു തീരുമാനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ സമയം മുതൽ തന്നെ അതിന് മത്സ്യത്തൊഴിലാളികൾ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാര്യക്ഷമമായ ഒരു നടപടി, ഒരു സ്ഥിരമായിട്ടുള്ള പരിഹാരമാണ് ഈ പ്രശ്നത്തിന് വേണ്ടത് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പൊഴി മുറിക്കാനുള്ള നടപടിയൊക്കെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിച്ചതിന് ശേഷം മതി എന്നുള്ളത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം. ഇന്നിപ്പോൾ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടക്കമുള്ള ഉദ്യോഗസ്ഥർ പൊഴി മുറിച്ച് നടപടികൾ മുന്നോട്ട് നീക്കുന്നതിന് വേണ്ടി സ്ഥലത്ത് എത്തിയെങ്കിലും മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 8 മണി മുതൽ ചെറിയ വള്ളങ്ങൾ ഈ മണല് മൂടിയ പ്രദേശത്ത് അഴിമുഖത്ത് നിരത്തിയിട്ട് ഉദ്യോഗസ്ഥരെ അകത്തേക്ക് കടത്തിവിടാത്ത സാഹചര്യം ഒരുക്കിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. എന്തായാലും പ്രതിഷേധത്തെ തുടർന്ന് ഇന്നിപ്പോൾ പൊഴി മുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ആ നിർദ്ദേശത്തിൽ എന്തെങ്കിലും മാറ്റം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. മഴക്കാലം എത്തുന്നതിന് മുൻപ് ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാസങ്ങൾക്ക് മുന്നേ തന്നെ പലതരത്തിലുള്ള സമരങ്ങളും പ്രതിഷേധ പരിപാടികളും ഒക്കെ മുതലപ്പൊഴിക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. പലർക്കും നിവേദനങ്ങളും കത്തും ഉൾപ്പെടെ കൈമാറി പലരെയും നേരിട്ട് പോയി കണ്ടു. പക്ഷേ ഒരു തരത്തിലും പരിഹാരമോ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇടപെടലോ ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് പൂർണ്ണമായിട്ടും അഴിമുഖം മണല് കൊണ്ട് നിറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. ചെറിയ വള്ളം പോലും കടലിനുള്ളിലേക്ക് പോകാത്ത രീതിയിൽ അത്രത്തോളം മണ്ണ് ടൺ കണക്കിന് മണലാണ് ഇപ്പോൾ അടിഞ്ഞുകൂടി കിടക്കുന്നത്. അവിടെ എത്തിച്ചിട്ടുള്ള ഡ്രഡ്ജറിന് നിലവിൽ ഇത്രയും മണൽ നീക്കം ചെയ്ത് പഴയ പോലെ അഴിമുഖം മാറ്റാൻ കഴിയില്ല എന്നുള്ള പരാതി തുടക്കം മുതൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും ഡ്രഡ്ജർ എത്തിക്കുകയും 10 മണിക്കൂറിൽ നിന്ന് 20 മണിക്കൂറായിട്ട് ഡ്രഡ്ജിംഗ് സമയം ഉയർത്തുകയും ചെയ്യാം. പുതിയ യന്ത്രങ്ങൾ ഈ ഡ്രഡ്ജിങ്ങിനായിട്ട് എത്തിക്കാൻ തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ഇന്നലെ മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് പൊഴിമുഖം മുറിച്ച് വലിയ വള്ളങ്ങൾ ഉൾപ്പെടെ കടലിനകത്തേക്ക് കയറുന്ന തരത്തിലുള്ള സാഹചര്യം ഒരുക്കി തരാമെന്നുൾപ്പെടെ ഇന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു തരത്തിലും അനുനയ നീക്കത്തിലേക്ക് മത്സ്യത്തൊഴിലാളികളെ എത്തിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു വിട്ടുവീഴ്ചയും മത്സ്യത്തൊഴിലാളികൾ ഈ വിഷയത്തിൽ വരുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ശാശ്വത പരിഹാരം നിർദ്ദേശിച്ചതിന് ശേഷം തുടർ നീക്കങ്ങൾ നടത്തിയാൽ മതി എന്നുള്ളത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ പൊഴി മുറിക്കാൻ കഴിഞ്ഞില്ല. വലിയ പ്രതിഷേധത്തെ തുടർന്ന് എത്തിയ ഉദ്യോഗസ്ഥരൊക്കെ അതുപോലെ മടങ്ങിപ്പോവുകയായിരുന്നു. വലിയ പോലീസ് വിന്യാസത്തോടെയാണ് വിന്യസിച്ചിരുന്ന സ്ഥലത്ത്. വലിയ പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഇന്ന് കണ്ടത്.